നമസ്കാരം, ഞാൻ ഡോക്ടർ ഷിൻസി, ആയുർവേദ ഡോക്ടറാണ്. ഇനി ഞാൻ സംസാരിക്കുന്നത് സോറിയാസിസ് എന്ന അസുഖം ആയുർവേദത്തിലൂടെ എങ്ങനെ ഫലപ്രദമായി ചികിത്സിക്കാം എന്നതിനെ പറ്റിയാണ്. ലോക ജനസംഖ്യയുടെ 2 മുതൽ 3% വരെ ആളുകളെ ബാധിക്കുന്ന ഒരു ത്വക്ക് രോഗമാണ് സോറിയാസിസ്. ഇതൊരു ക്രോണിക് ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സെൽസ്, പ്രത്യേകിച്ചും ടി ലിംഫോസൈറ്റ്സ് എന്നുള്ള ഇമ്മ്യൂൺ സെൽസ് നമ്മുടെ ശരീരത്തിലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ സെൽസിനെ ബൈ മിസ്റ്റേക്ക് അറ്റാക്ക് ചെയ്യുമ്പോൾ വരുന്ന ഒരു അവസ്ഥയാണ് സോറിയാസിസ് എന്ന സ്കിൻ ഡിസീസ്. പ്രധാനമായും ഇതൊരു നോൺ കണ്ടേജിയസ് അസുഖമാണ്. അതായത് ഇതൊരു പകരുന്ന അസുഖമല്ല, എന്നാൽ ശരീരത്തിന്റെ ഒരു ഭാഗത്തു നിന്നും മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള ഒരു സ്പ്രെഡിങ് ചാൻസ് ഉള്ള ഒരു അസുഖം കൂടിയാണ് സോറിയാസിസ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് സോറിയാസിസ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. പ്രത്യേകിച്ചും ജനറ്റിക് പ്രീഡിസ്പോസിംഗ് ഫാക്ടേഴ്സും അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സുമാണ് സോറിയാസിസിന് പ്രധാനമായും കാരണങ്ങൾ. ജനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ പാരമ്പര്യ ഘടകങ്ങൾ, അതായത് ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് സോറിയാസിസ് പകർന്നു വരാനുള്ള ചാൻസസ് കൂടുതലാണ്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ പ്രത്യേകിച്ചും നമ്മുടെ തെറ്റായിട്ടുള്ള ജീവിത രീതികളും തെറ്റായിട്ടുള്ള ഭക്ഷണ രീതിയും സ്ട്രെസ്സും ക്ലൈമാറ്റിക് ചേഞ്ചസും ഒക്കെ ഒരു കാരണമായി കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയും സോറിയാസിസ് ഉണ്ടാകാനും അത് അഗ്രവേറ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു കാരണമായി കണക്കാക്കപ്പെടുന്നു. എന്തൊക്കെയാണ് സോറിയാസിസിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് നോക്കാം. താരൻ പോലെ ചെറിയ ചെറിയ വെള്ള കളറിലുള്ള പൊടി പോലെ നമ്മുടെ സ്കാൽപ്പിൽ തുടങ്ങി ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പകരുന്ന രീതിയിലാണ് തുടക്കത്തിൽ സോറിയാസിസ് കാണപ്പെടുന്നത്. പിന്നീട് ശരീരത്തിന്റെ കൈമുട്ടുകളിലും കാൽമുട്ടുകളിലും നെഞ്ചിന്റെ ഭാഗത്തും വയറിന്റെ ഭാഗത്തും പുറത്തും എല്ലാം വ്യാപിച്ച് ഫുൾ ബോഡിയിലും കാണപ്പെടുന്ന ഒരു കണ്ടീഷനിലേക്ക് ഇത് മാറുന്നു. ഡ്രൈ ആയിട്ടുള്ള തിക്ക് പാച്ചി സ്കെയിൽസ് ആണ് സോറിയാസിസിൽ ഉണ്ടാവുന്നത്. ചുവന്ന തിണർത്ത പാടുകളും അതിന്റെ മുകളിലായിട്ട് സിൽവറി വൈറ്റ് കളറിലുള്ള സ്കെയിലിങ്ങുമാണ് സോറിയാസിസ് ലീഷൻസുകളിൽ പൊതുവായി വരുന്നത്. ചില ആൾക്കാരിൽ പെയിൻഫുൾ ആയിട്ടുള്ള ലീഷൻ, സ്കിൻ റാഷസ് ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ അസഹ്യമായിട്ടുള്ള ചൊറിച്ചിലും ഉണ്ടാകുന്നു. ഇങ്ങനെ ചൊറിയുമ്പോൾ ഉണ്ടാകുന്ന ക്രാക്കുകളും അതുമൂലം ഉണ്ടാകുന്ന ബ്ലീഡിങ്ങുകളും ഒക്കെ ക്രോണിക് കണ്ടീഷനുകളിൽ കണ്ടുവരുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ഇത്തരം നമ്മുടെ ശരീരത്തിൽ പുറമേ കാണുന്ന ഭാഗങ്ങൾ എടുത്തു കാണിക്കുന്ന ഇത്തരം സ്കിൻ റാഷസ് ഒക്കെ മൂലം മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനുള്ള ഒരു മടിയും ഒരു കോൺഫിഡൻസ് കുറവും ഒക്കെ സോറിയാസിസ് രോഗികളിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അസുഖം മാറുമോ അതോ ഇത് കൂടുമോ എന്നുള്ള ആങ്സൈറ്റിയും ഒരു ഡിപ്രഷനിലേക്കുമെല്ലാം പിന്നീട് ഇത് നയിക്കുന്നു. ഇത്തരം സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടായാൽ സോറിയാസിസ് സാധാരണ കൂടി വരുന്നു. സോറിയാസിസ് ലീഷൻസ് സ്ട്രെസ് ആങ്സൈറ്റി ഒക്കെ ഉള്ള ആൾക്കാരിൽ വളരെ കൂടി വരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് മാത്രമല്ല, സോറിയാസിസിന്റെ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ, അതായത് ഒരു ക്രോണിക് സ്റ്റേജിലേക്ക് സോറിയാസിസ് മാറിക്കഴിയുമ്പോൾ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് മാറുന്നു. അതായത് നമ്മുടെ സന്ധികളിൽ നീര്, വേദന, സ്റ്റിഫ്നെസ് തുടങ്ങിയ ലക്ഷണങ്ങളോടുകൂടി ചുവന്ന കളറിലുള്ള ലീഷൻസും ഇച്ചിങ്ങും എല്ലാം വന്ന് നമ്മുടെ സന്ധികളെ കൂടി ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഇതിനെ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. പ്രധാനമായും നമ്മുടെ നീ ജോയിന്റ്സ്, കാൽമുട്ടുകൾ അല്ലെങ്കിൽ കൈമുട്ടുകൾ, നമ്മുടെ വിരലുകളുടെ ജോയിന്റിനെയൊക്കെയാണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ് പ്രധാനമായും ബാധിക്കുന്നത്. ശരിയായ സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ ഭാവിയിൽ ഈ വിരലുകളുടെയൊക്കെ ഡീഫോമിറ്റിയിലേക്ക് വരെ നയിക്കാവുന്ന ഒരു കണ്ടീഷനാണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്നുള്ളത്. ഇനി ആയുർവേദത്തിൽ എങ്ങനെയാണ് സോറിയാസിസിനെ നോക്കിക്കാണുന്നതെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിലെ ത്രിദോഷങ്ങൾ, വാത പിത്ത കഫങ്ങളുടെ ഇംബാലൻസ് കൊണ്ടാണ് ഓരോ അസുഖങ്ങളും വരുന്നത്. വാത പിത്ത ദോഷങ്ങളുടെ ഇംബാലൻസ് മൂലം ഉണ്ടാകുന്ന സിദ്മകുഷ്ഠം അല്ലെങ്കിൽ വാദത്തിന്റെയും കഫത്തിന്റെയും ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന കിടിപതുഷ്ടം തുടങ്ങിയ കണ്ടീഷനുകളാണ് സോറിയാസിസുമായി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. ഈ 2 അസുഖങ്ങളിലും പറയുന്ന ലക്ഷണങ്ങൾ തന്നെയാണ് നമ്മൾ മേൽ പറഞ്ഞ സോറിയാസിസിന്റെ ലക്ഷണങ്ങളുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നത്. ഇത്തരം ഒരു അസുഖങ്ങളിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളായി ആയുർവേദത്തിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത് വിരുദ്ധ ആഹാരങ്ങളും വിരുദ്ധ വിഹാരങ്ങളുടെയും സേവനമാണ്. വിരുദ്ധ ആഹാരങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, മുതിരയും മോരും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പാലും മീനും ഒക്കെ ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ. ഇവയൊക്കെ ആയുർവേദത്തിൽ ഇത്തരം ഒരുപാട് വിരുദ്ധ ആഹാരങ്ങളുടെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇവയൊക്കെ ചെയ്യുന്നത് മൂലം അല്ലെങ്കിൽ വിരുദ്ധ വിഹാരങ്ങൾ, പ്രത്യേകിച്ചും വളരെ എക്സസീവ് ആയിട്ടുള്ള എക്സസൈസുകളൊക്കെ ഹോട്ട് സമ്മർ സീസണിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ല വെയിലത്ത് നിന്ന് വന്ന് പെട്ടെന്ന് തണുത്ത വെള്ളം കുടിക്കുന്നത് തുടങ്ങിയവയൊക്കെ ഇത്തരം സ്കിൻ ഡിസീസുകൾ വരാനുള്ള ഒരു കാരണമായിട്ട് ആയുർവേദത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സും
സ്ട്രെസ്സും ഒക്കെ ഇത്തരം സ്കിൻ ഡിസോർഡേഴ്സ് വരാനുള്ള കാരണങ്ങളായിട്ട് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റിലേക്ക് കടക്കുമ്പോൾ അലോപ്പതിയിൽ അല്ലെങ്കിൽ മോഡേൺ മെഡിസിനിൽ ഇതൊരു ഇൻക്യൂറബിൾ ഡിസീസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിനൊരു പെർമനന്റ് ക്യൂർ ഇല്ല എന്നാണ് പറയുന്നത്. എന്നാൽ ആയുർവേദത്തിൽ ഇതിനെ ഒരു കൃച്ഛ്രസാധ്യം, അതായത് ഡിഫിക്കൽറ്റി ടു ക്യൂർ, നമുക്കിത് സുഖപ്പെടുത്താം, എന്നാൽ അത് വളരെ ഈസി ആയിട്ട് മറ്റ് അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് പോലെ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് സുഖപ്പെടുത്താൻ പറ്റുന്ന ഒരു അസുഖമല്ല. എന്നാൽ വളരെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും അതിന്റെ ഫോളോ അപ്പും അതിന്റെ കൃത്യമായിട്ടുള്ള ജീവിതചര്യകളും ശരിയായിട്ടുള്ള ഭക്ഷണ രീതിയും ഒക്കെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് 100% നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അസുഖമായിട്ടാണ് സോറിയാസിസിനെ കണക്കാക്കുന്നത്. അലോപ്പതിയിൽ സിംറ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. കൂടുതലും സ്റ്റിറോയിഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് സ്റ്റിറോയിഡ് ക്രീമുകളും അല്ലെങ്കിൽ ഉള്ളിലോട്ട് കഴിക്കാനുള്ള മെഡിസിൻസുമായിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. എന്നാൽ പലപ്പോഴും ഈ സോറിയാസിന്റെ റിലാപ്സിങ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് വരുന്നത് മൂലവും അല്ലെങ്കിൽ വളരെ കാലം ഈ സ്റ്റിറോയിഡ് ഒക്കെ കഴിക്കുന്നത് മൂലം ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ കാരണവും അല്ലെങ്കിൽ ഈ അലോപ്പതി ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ശരിയായിട്ടുള്ള ഒരു റെസ്പോൺസ് പലപ്പോഴും കിട്ടാറില്ലാത്തത് കാരണമൊക്കെയാണ് പല ആൾക്കാരും ആയുർവേദത്തിനെ സമീപിക്കുന്നത്. ആയുർവേദത്തിൽ സോറിയാസിസ് ചികിത്സയുടെ ബേസ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നിദാന പരിവർജനമാണ്. അതായത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരം ഒരു ദോഷങ്ങളുടെ ഇംബാലൻസ് വന്നത്, അഥവാ ഈ സോറിയാസിസ് വരാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുകയും അവയെല്ലാം പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് നിദാന പരിവർജനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷമുള്ള ഒരു മെയിൻ അജണ്ട ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് ലേഷൻസിനെയൊക്കെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുകയും ഫ്യൂച്ചറിലേക്ക് ഇത് വരാതിരിക്കാൻ, അതായത് റെക്കറൻസ് പ്രിവെന്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യുക എന്നുള്ളതുമാണ്. ഓരോ രോഗിയുടെയും ദോഷാവസ്ഥ, രോഗാവസ്ഥ, രോഗബലം, രോഗിബലം, ദേഹപ്രകൃതി, ദോഷാധിക്യം, രോഗത്തിന്റെ തീവ്രത, സിവിയാരിറ്റി ആൻഡ് സൈൻസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റേജ്, ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് നമ്മൾ പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ സെറ്റ് ചെയ്യുന്നത്. അക്യൂട്ട് ആയിട്ടുള്ള കണ്ടീഷനുകളിൽ, അതായത് സോറിയാസിസ് രോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ആയുർവേദത്തിലേക്ക് ട്രീറ്റ്മെന്റിന് വരികയാണെങ്കിൽ ശമന ഔഷധികൾ ഉള്ളിലേക്ക് കൊടുത്താണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതായത് പ്രത്യേകിച്ചും നമ്മുടെ ദോഷങ്ങളെ ബാലൻസിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിലോട്ടുള്ള ഔഷധങ്ങൾ സേവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും തിക്തകം കഷായം, മഹാതിക്തകം കഷായങ്ങൾ, അല്ലെങ്കിൽ ആരോഗ്യത മഹാതിക്തകം, മഹാമഞ്ചിഷ്ടാദി, പടോലാദി കഷായം തുടങ്ങിയ കഷായങ്ങളൊക്കെ ഉള്ളിലോട്ട് കൊടുക്കുകയും അതോടൊപ്പം പുറമേ പുരട്ടാനുള്ള ലേപങ്ങളും അല്ലെങ്കിൽ തൈല പ്രയോഗങ്ങളൊക്കെ പുറമേ കൊടുത്തുമാണ് ഇത്തരം അക്യൂട്ട് കേസുകളിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. ടോപ്പിക്കൽ ആപ്ലിക്കേഷനും ഉള്ളിലേക്കുള്ള ഇന്റേണൽ മെഡിസിൻസും പുറമേ ചെയ്യാനുള്ള ഇത്തരം തൈലങ്ങളും ലേപപ്രയോഗങ്ങളും അതോടൊപ്പം സിസ്റ്റമിക് ട്രീറ്റ്മെന്റുകളും ഒക്കെ കൂടിച്ചേർന്ന ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദത്തിലുള്ളത്. എന്നാൽ വളരെ പഴക്കം ചെന്ന ഒരു സോറിയാസിസ് രോഗിക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഇത്തരം ശമന ഔഷധികൾ കൊണ്ട് മാത്രം ചെയ്താൽ മതിയാകില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ ഉള്ളിലോട്ട് മരുന്ന് കൊടുക്കുന്നതിന് പകരമായി ശോധന ചികിത്സ അത്യാവശ്യമാണ്. ശോധന ചികിത്സ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കേട്ടുള്ള പഞ്ചകർമ്മ ട്രീറ്റ്മെന്റുകളാണ് ചെയ്യുന്നത്. പഞ്ചകർമ്മ ട്രീറ്റ്മെന്റിന് മുന്നോടിയായി ശരീരത്തിനെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ശരിയായിട്ടുള്ള ദീപന പാചന ട്രീറ്റ്മെന്റുകളും പൂർവ്വകർമ്മമായിട്ടുള്ള സ്നേഹപാനവും ഒക്കെ ചെയ്യുന്നുണ്ട്. സ്നേഹപാനത്തിനെ പറ്റി മുൻപൊക്കെ നമ്മൾ പല വീഡിയോയിലും സംസാരിച്ചിട്ടുണ്ട്. പ്രത്യേക തരം ഔഷധങ്ങൾ ചേർത്ത് കാച്ചിയെടുത്തിട്ടുള്ള നെയ്യ് വർദ്ധിച്ച അളവിൽ ഉള്ളിലോട്ട് കൊടുക്കുന്നതിനാണ് സ്നേഹപാനം എന്ന് പറയുന്നത്. നിശ്ചയിച്ചിട്ടുള്ള സമയങ്ങളിൽ നിശ്ചയിച്ചിട്ടുള്ള ദിവസം സ്നേഹപാനം ചെയ്ത് അതിനുശേഷം പ്രധാന പഞ്ചകർമ്മങ്ങളായിട്ടുള്ള വമനം അഥവാ വിരേചനം, ഇവ രണ്ടും സെലക്ട് ചെയ്യുന്നത് ആ രോഗിയുടെ സത്വബലത്തിനനുസരിച്ച് രോഗത്തിന്റെ തീവ്രതയ്ക്കൊക്കെ അനുസരിച്ചിട്ടാണ്. ഇങ്ങനെ പ്രധാനമായിട്ടുള്ള വമന വിരേചന പഞ്ചകർമ്മങ്ങളിലൂടെ ദുഷിച്ച ദോഷത്തിനെയൊക്കെ പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ശരിയായിട്ടുള്ള ഒരു പഞ്ചകർമ്മ ചികിത്സ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള ശരീരധാരകൾ അല്ലെങ്കിൽ ശിരോധാരകൾ, പ്രത്യേകിച്ചും ചക്രധാര അല്ലെങ്കിൽ കഷായധാരകൾ, അതിനുശേഷം ഓയിൽ മസാജുകൾ, പലതരത്തിലുള്ള ഇലക്കിഴി മുതലായിട്ടുള്ള കിഴികൾ, വസ്തി ട്രീറ്റ്മെന്റുകൾ, തളം മുതലായ ആയുർവേദ ട്രീറ്റ്മെന്റുകളും സ്കിൻ നറിഷ്മെന്റിന് വേണ്ടിയിട്ടുള്ള പല ട്രീറ്റ്മെന്റുകളും ഇതോടൊപ്പം തന്നെ രോഗിക്ക് കൊടുക്കുന്നു. ഇതിനോടൊപ്പം തന്നെ അത്യാവശ്യമായിട്ടും ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ശരിയായിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ അപ്പ്. ആ രോഗിയുടെ ജീവിത രീതി മനസ്സിലാക്കി അവരുടെ പരിസ്ഥിതിക്ക് അനുസരിച്ചിട്ടുള്ള ശരിയായിട്ടുള്ള ഭക്ഷണ രീതി പറഞ്ഞു കൊടുക്കുകയും അതിനൊരു പ്രാക്ടീസ് ചെയ്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള അത്രയും ദിവസം കൊണ്ട് അത്തരത്തിലുള്ള ഒരു ഭക്ഷണ രീതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു.
അതോടൊപ്പം ഡിസ്ചാർജിന് ശേഷവും ഫോളോ ചെയ്യേണ്ട ജീവിത രീതികൾ എന്തൊക്കെയാണ്, ഡെയിലി ബേസിൽ ചെയ്യേണ്ട ആക്ടിവിറ്റീസുകൾ, എന്തൊക്കെ ചെയ്യാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് അഡ്വൈസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കണ്ടു സോറിയാസിസ് രോഗികൾ പലപ്പോഴും ഡിപ്രഷൻ, ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇത്തരം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ കൗൺസിലിംഗ്, യോഗ, പ്രാണായാമ തുടങ്ങിയവയെല്ലാം ഒത്തുചേർന്നിട്ടുള്ള ഒരു ചികിത്സയാണ് ആയുർവേദം ഉപദേശിക്കുന്നത്. ഇതെല്ലാം ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്തതിന് ശേഷം ഡിസ്ചാർജ് ആയതിനു ശേഷവും രോഗി പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്കറിയാം ആയുർവേദ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ മെല്ലെ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഫലിച്ചു വരികയുള്ളൂ. മെയിനായിട്ടും ഇത്തരം പഞ്ചകർമ്മ ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് ഈ സ്കിൻ ലേഷൻസിനൊക്കെ കാണാം. എന്നാൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ആയുർവേദ ചികിത്സയുടെയും ഒരു കൃത്യമായിട്ടുള്ള ഫലം കിട്ടണമെങ്കിൽ 2-3 മാസം ടൈം എടുക്കുന്നതാണ്. അപ്പൊ അത്രയും കാലവും രോഗി കൃത്യമായിട്ട് തന്നുവിടുന്ന മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക. അതിൽ കഷായങ്ങൾ ഉണ്ടാവാം, ചൂർണങ്ങളും ടാബ്ലറ്റുകളും ഒക്കെ ഉണ്ടാവാം. അതൊക്കെ കൃത്യമായിട്ട് കഴിക്കുക. അതുപോലെ പുറമെ പരട്ടാനുള്ള, അത് മുൻപ് ചെയ്യാനും കുളിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യാനും ഒക്കെയുള്ള ഓയിലുകളും ലേപങ്ങളും ഒക്കെ തന്നുവിടും. അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പറഞ്ഞു തന്നിട്ടുള്ള രീതിയിലുള്ള ശരിയായിട്ടുള്ള ഒരു ഭക്ഷണ രീതി, ശരിയായിട്ടുള്ള ജീവിതചര്യകൾ, ഡെയിലിയുള്ള യോഗ, പ്രാണായാമ, സ്ട്രെസ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, പ്രോപ്പറായിട്ടുള്ള എക്സസൈസുകൾ, ഇതൊക്കെ ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു ജീവിത രീതി നയിക്കുമ്പോൾ തന്നെ സോറിയാസിന്റെ ഫ്യൂച്ചർ റെക്കറൻസ് വരാനുള്ള ചാൻസ് വളരെ കുറഞ്ഞു വരുന്നതാണ്. അതോടൊപ്പം പീരിയോഡിക്കലായിട്ടുള്ള ഒരു ഫോളോ അപ്പ് അല്ലെങ്കിൽ ഒരു ഡീടോക്സിഫിക്കേഷൻ പ്രോഗ്രാംസ് തുടർന്ന് ഒരു 2-3 വർഷങ്ങളിലേക്ക് പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ സോറിയാസിസ് വരാനുള്ള യാതൊരു ചാൻസും ഉണ്ടാവുന്നതല്ല. ഇത്തരം ഒരു സ്റ്റഡികളൊക്കെ ഒരുപാട് ആയുർവേദ ചികിത്സയെ പറ്റി നടന്നിട്ടുണ്ട്. അതായത് പീരിയോഡിക്കലി ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ്സ്, നമ്മുടെ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റുകളൊക്കെ പീരിയോഡിക്കലായിട്ട് കൃത്യമായിട്ട് ഒരു ഫോളോ അപ്പോട് കൂടി ചെയ്തു കഴിഞ്ഞാൽ സോറിയാസിസിന്റെ റെക്കറൻസ് വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ടും അവർക്കൊരു നല്ല രീതിയിലുള്ള നോർമൽ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാനും സാധിക്കുന്നതായിട്ടുള്ള ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സയന്റിഫിക് സ്റ്റാറ്റിസ്റ്റിക്കൽ റെക്കോർഡുകളോട് കൂടിയിട്ടുള്ള സ്റ്റഡികളും അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു ആയുർവേദ രീതിയിൽ എന്തൊക്കെയാണ് സോറിയാസിസിന് ചെയ്യുന്ന ട്രീറ്റ്മെന്റുകൾ എന്നുള്ളത്. ട്രീറ്റ്മെന്റുകൾ ചെയ്തതിന് ശേഷവും നമ്മൾ ചെയ്യേണ്ട പ്രോപ്പറായിട്ടുള്ള ഡയറ്ററി അഡ്വൈസുകളും മോഡിഫിക്കേഷനും പ്രോപ്പറായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫ് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. സോറിയാസിസിന്റെ ട്രീറ്റ്മെന്റിനെ പറ്റി കൂടുതലായിട്ട് അറിയുന്നതിനും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും ഒക്കെ താഴെ കാണുന്ന നമ്പറിൽ എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.